നമസ്കാരം. ഒരുപാട് പേര് പറയാറുണ്ട് പാരൻസിൻ്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയട്ടും. ഞാനും അങ്ങനെ തന്നെ പാരൻസിൻ്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നിട്ടുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന്. ആളെ മനസ്സിലായല്ലോ. ഹാദിയ എന്ന അഖിലയാണ്. അവരുടേതായിട്ടുള്ളൊരു പ്രതികരണമാണ്. ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ മാതാവ് പൊന്നമ്മ എന്ന ആ വ്യക്തി മരിച്ചു പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം ഒരുപാട് ചർച്ച ചെയ്താണ് ഈ അഖില ഹാദിയയുടെ വിഷയം. അപ്പോൾ ഇവർ കാണാൻ വരുമോ ഇല്ലയോ എന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ ഒന്ന് അന്വേഷിച്ചൊരു കാര്യമാണ്. അപ്പോഴാണ് മനസ്സിലായത്, അവസാന സമയങ്ങളിലും മരിച്ചതിന് ശേഷമൊന്നും ഈ മകൾ സ്വന്തം മാതാവിനെ കാണാൻ പോയതില്ല. അതിനുള്ള ക്യാപ്സൂളാണ് അവരിപ്പോൾ പറഞ്ഞത്. അതായത് അവർ വിശ്വസിക്കുന്ന ആ മതവിശ്വാസം അനുസരിച്ച് മാതാവാണ് ഏറ്റവും വലുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്നതിൻ്റെ ഉത്തരം ഇവരല്ല തരുന്നത്. ഒരുപക്ഷെ അവരുടെ രണ്ടാമത്തെ കെട്ടിയവനായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ഏറ്റവും അവസാനം കേട്ടൊരു വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിൽ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ക്യാപ്സൂളാണ്. അവിടെ മൊത്തം പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. അതിനാൽ അവരുടെ വക്കീൽ പറഞ്ഞത്രേ അവിടെ പോവണ്ട എന്ന് പറഞ്ഞത്. ഇതെന്താ, നമ്മളാരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ? എന്ത് പ്രശ്നം? ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീയുടെ കാര്യമോർത്ത് എന്തെങ്കിലും വിഷമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടുകാർ മാത്രമാണ്. ബാക്കി ആർക്കും ഇതൊരു വിഷയമല്ല. അത് കഴിഞ്ഞു. അഖില ഹാദിയായി കേസ് നടത്തി തട്ടമിട്ടു, മുസ്ലിമായി അങ്ങോട്ട് പോയി. അവർ തിരിച്ചു വന്നാലെന്ത്, തിരിച്ച് വന്നില്ലെങ്കിലെന്ത്, ഇത് ആരെയും ബാധിക്കുന്ന കേസല്ല. അവരവരുടെ വീട്ടിൽ ചെന്നാൽ ഒരാളും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ആർക്കും ഇതൊന്നും നോക്കാൻ സമയമില്ല, താല്പര്യവുമില്ല. അവരെ ഓർത്ത് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമായിരിക്കും, അല്ലാതെ ആരും ഇത് നോക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് പ്രശ്നമാണുള്ളത്? ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ കേസും കൂട്ടമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 8 വർഷമായി. ഇപ്പോഴും അവർക്ക് വക്കീലുണ്ടത്രേ. എന്തിന്? അത് തന്നെ പച്ചക്കള്ളമാണ്. കേസൊന്നും നിലവിലില്ലല്ലോ. ആ കേസെല്ലാം കഴിഞ്ഞതല്ലേ. സുപ്രീം കോടതി വക്കീൽ വരെ വന്നിട്ടാണ് വാദിച്ചത്. അതിന് തന്നെ 1 കോടിക്ക് മുകളിലൊക്കെ അവർ പിരിവ് നടത്തിയതാണ്. മാസ് ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത്ര വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. അവർ തന്നെ പറയുന്നല്ലോ, ഞാൻ മുസ്ലിമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ കഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞു വന്നത്. അത് തന്നെയാണ് കാര്യം. മുസ്ലിം സ്ത്രീക്ക് സ്വന്തം മാതാവിൻ്റെ ആവട്ടെ സ്വന്തം മക്കളുടെ ആവട്ടെ മയ്യത്ത് കാണാനുള്ള അനുവാദമില്ല. ഇനി കബറടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ കയറാനും അനുവാദമില്ല. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് മാറി തീവ്ര വിശ്വാസത്തിലേക്കാണ് പോയത്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവർക്ക് തിരിച്ചു പോകാനോ മാതാവിനെയോ പിതാവിനെയോ ഒന്നും അവസാന നാളുകളിൽ കാണാനോ മൃതദേഹം കാണാനോ ഒന്നും പറ്റില്ല. അതവരുടെ വിശ്വാസം അനുവദിക്കുന്നില്ല. ഇത് പക്ഷേ കേരളത്തിൽ പൊതുസമൂഹത്തിൽ അതേപോലെ പറയാൻ അവർക്കാവില്ല. അതിനാണ് അവിടെ പോയാൽ പ്രശ്നമുള്ള സ്ഥലങ്ങളാണെന്നും ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞൊരു ക്യാപ്സൂൾ തരുന്നത്. പക്ഷേ ആ ക്യാപ്സൂളൊന്നും ഇവിടെ ദഹിക്കില്ല. അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ദിവസവും എന്തോരം ക്യാപ്സൂളാണ് വാരി വിതറുന്നത്. അതൊക്കെ കൊണ്ട് ഇപ്പം തന്നെ മലയാളിക്ക് ഈ ക്യാപ്സൂളൊന്നും ദഹിക്കാതായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജെൻസിക്കും മറ്റ് എന്താ പറയുക, പുതിയ തലമുറയിലെ യുവാക്കൾക്കൊക്കെ ഇതിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട്. നിങ്ങൾ ഓർക്കുക, സ്നേഹിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തീവ്ര ചിന്താഗതിയായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവിനെയോ പിതാവിനെയോ അവർ മരിച്ചാൽ പോലും കാണാൻ നിങ്ങൾക്ക് അനുവാദമില്ല, പറ്റില്ല. അതിന് നിങ്ങൾ ഇനി ഏത് ദൈവത്തിൻ്റെ നിങ്ങൾക്ക് സ്വർഗം കിട്ടി എന്നൊക്കെ പറഞ്ഞ ആ വിശ്വാസത്തോടെ ഇതുപോലെ ചാക്കിട്ടിനകത്ത് കയറി നിന്നാലും ശരി, സ്വന്തം മാതാവിനെയും പിതാവിനെയും അവസാന സമയത്ത് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു നോക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഏത് സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ഇതാണ് അതിലെ യാഥാർത്ഥ്യം. ഇതേപോലെ ചാടി പോകാൻ നിൽക്കുന്നവർ, ലവ് ജിഹാദെന്നും മറ്റ് ജിഹാദെന്നും ഒക്കെ ഇവിടെ ഓമനപ്പേരിട്ട് വിളിക്കുന്നുണ്ട്. ആവേശത്തിൽ ചാടി ഇറങ്ങിപ്പോവും. ഓർക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾ ആര് മരിച്ചാലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് മയ്യത്ത് കാണാനുള്ള അനുവാദമില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവർ ഇതേപോലെ മുന്നേ തന്നെ എന്തെങ്കിലും ക്യാപ്സൂളൊക്കെ കണ്ടു വെച്ചോണം. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിഷയമുണ്ടാകും. എന്ത് വിഷയം? ഒരു വിഷയം ഉണ്ടാകാൻ പോലില്ല. ഈ ഹാദിയ എന്ന് പറഞ്ഞ ആൾ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അവരുടെ വീട്ടുകാർക്കല്ലാതെ മറ്റാരും അതിനെ ഓർത്ത് ഒരു നിമിഷം പോലും ആലോചിക്കാറില്ല. അത് വരികയോ പോകുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോലില്ല. അവരുടെ വീടിനോ അതിന് ചുറ്റുവട്ടത്തോ അവർ ആ മൃതദേഹം കാണാൻ വന്നാൽ കണ്ടിട്ട് പോകാമായിരുന്നു. പക്ഷേ അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസമനുസരിച്ച് അവർക്ക് കാണാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല അവർക്കതിനുള്ള അനുമതിയും കിട്ടത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ എല്ലാവർക്കും പാഠമാണ് കേട്ടോ. ചാടിപ്പോകാനിരിക്കുന്നവരൊക്കെ ഓർത്തോണം, സ്വന്തം മാതാപിതാക്കളെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നിങ്ങൾക്ക് അനുവാദമില്ല, സാധ്യമല്ല. അപ്പോൾ ഇത്തരം ചില സംഗതികൾ നടക്കുന്നത് ഞാൻ തുടക്കം മുതലേ ഈ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അഖില പോയി ഹാദിയായാൽ അതുവഴി രക്ഷപ്പെടുന്നത് 100 അഖിലമാരായിരിക്കും. കാര്യം ഇങ്ങനൊരു സംഭവം നടന്ന് സമൂഹത്തിൽ ചർച്ചയാകുമ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ട്രാപ്പിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ള 100ഓളം മറ്റു പെൺകുട്ടികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അവർക്ക് മനസ്സിലാവും ഇത് ഇത്രയും നൂലാമാലകൾ പിടിച്ച കാര്യമാണെന്നും ഇത്രയും പ്രശ്നമുള്ള കാര്യമാണെന്ന് മനസ്സിലായി അവർ ഒരു പുനർ ചിന്തനം നടത്തും.
അങ്ങനെ 100 പേരെങ്കിലും, ഞാനൊരു ചെറിയതായിട്ടാണ് പറഞ്ഞത്, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള അഖിലമാർ ചാടി ഹാദിയമാരാവണം. എന്നാലേ നിഷ്കളങ്കരായിട്ടുള്ള വേറെ ചില 100 പേർ രക്ഷപ്പെടുകയുള്ളൂ. കറ നല്ലതാണ്.